ഹേവു കളിച്ചത് മതി, വന്ന് ഭക്ഷണം കഴിക്കേ. അങ്കിൾ എന്റെ സൈക്കിൾ നന്നാക്ക, എന്നിട്ട് ഞാൻ വരാം. അത് ശരി, അപ്പൊ ഇതാ അവിടെ പരിപാടി, പിന്നെയും കേടുവന്നു. നിന്നോട് ഞാൻ അന്ന് തന്നെ പറഞ്ഞല്ലേ ഇതങ്ങോട്ട് കൊണ്ടുപോയി അവൻ ഉപയോഗിക്കാലോന്ന്. ഇവിടെ ഉപയോഗിക്കാണ്ടിട്ടേ ഇതാ സീറ്റ് പോയി, ടയറൊക്കെ ജാമായി. ഇപ്പൊ നന്നാക്കണം. ഇനിയും പേട്ടൻ അത് നന്നാക്കാൻ നിൽക്കൊന്നും വേണ്ട. 2 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോകൂലേ. പിന്നെ അവിടെ ഉണ്ട് വേറെ സൈക്കിള്. അതിനിപ്പോ എന്താ, അവൻ അവിടെ ഒന്ന് കളിക്കാണെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഒന്നും വേണ്ടാതാ. ഇവിടെ വരുമ്പോഴും സൈക്കിളൊക്കെ വേണ്ട അവരെ. ഇതിന്റെ എയർ നിൽക്കുന്നില്ലേ ടയറിന്. കൂട്ടാ, നമുക്കേ പുതിയൊരു സൈക്കിൾ വാങ്ങിയാലോ? എന്നാ പിന്നെ നമുക്ക് ഇന്ന് തന്നെ വാങ്ങാം. ആ, നല്ലൊരു മരുമോനും അതിന് പറ്റിയ മാമനും. വെറുതെ ഏട്ടൻ പൈസ കളഞ്ഞിട്ട് പുതിയ സൈക്കിൾ ഒന്നും ഇനി വാങ്ങാൻ നിൽക്കണ്ട. മോനെ, നമ്മൾ 2 ദിവസം കൂടി ഇവിടെ ഉണ്ട് കേട്ടോ. ഏട്ടാ, അതിന് പഞ്ചർ ഒടിച്ചു കൊടുത്താൽ മതി, അത്രേ ഉള്ളൂ. ഇല്ലേ തന്നെ എന്തൊക്കെ സാധനങ്ങളാ വാങ്ങിക്കൊടുത്തിരിക്കുന്നത്. വരുമ്പോ കാറ്, ബസ്, ബൈക്ക് എന്ന് പറഞ്ഞിട്ട് എത്ര വിലയുള്ള കളിപ്പാട്ടങ്ങളാണുള്ളത്. ആദ്യം അതൊക്കെ ഉപയോഗിക്കട്ടെ, എന്നിട്ട് മതി സൈക്കിള്. നീ വിഷമിക്കണ്ടടാ, മാമനെ മോനൊരു അടിപൊളി സൈക്കിൾ വാങ്ങി തരാം കേട്ടോ. ഇതിനേക്കാളും അല്ല നല്ല വേണ്ട, ഇത് മതി. അതെങ്ങനെ ശരിയാവാ? അങ്ങനെയാണെങ്കിലേ മോനെ മാമന്റെ സിനിമയ്ക്കുണ്ട് കേട്ടോ വൈകുന്നേരം. എന്നാ പിന്നെ നമുക്ക് പോവാ. അത് ശരി, അപ്പൊ നിങ്ങൾ രണ്ടാളും സിനിമയ്ക്ക് പോകാൻ തീരുമാനിച്ചു. നീ വിഷമിക്കണ്ട, നീ വന്നോ. മോൻ ഇപ്പൊ ഒന്ന് ഭക്ഷണം കഴിക്കട്ടോ, ഞാൻ എടുത്തു വെക്കാം. ആ വരാ. ഇഷ്ടം പോലെ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. പഴമൊന്നല്ല അച്ഛൻ കൊണ്ടുവന്നതാ. ഇപ്പൊ നോക്ക് അവൻ എത്ര കൊണ്ടുവന്നിരിക്കുന്നുള്ളത്. അതിനിപ്പോ എന്താമേ, തീരില്ലേ? അതിന് ഇത് മാത്രമാണോ? 5 കിലോ ആട്ട അച്ഛൻ വാങ്ങിട്ട് വന്നതാ. ഇപ്പൊ അവനും 5 കിലോ ആട്ടപ്പൊടി വാങ്ങിക്കുന്നു. പിന്നെന്താണ്, റാഗിപ്പൊടി എത്ര പാക്കറ്റാ, റവ, കടല, പയറ്, പരിപ്പ്, ഇഷ്ടം പോലെ സാധനങ്ങൾ. ഞാൻ പറഞ്ഞതാ നിങ്ങളുടെ സാധനങ്ങളൊന്നും വാങ്ങിക്കണ്ടാന്ന്. അവൻ അതാ ഏറ്റവും കൂടുതൽ വാങ്ങിച്ചിട്ട് വന്നിരിക്കുന്നത്. അയ്യോ അമ്മ, ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം ആലോചിച്ചു. ഏട്ടൻ പറഞ്ഞതാ ലിസ്റ്റ് വിടാൻ വേണ്ടിയിട്ട് ഇന്ന് രാത്രി വരുമ്പോ സാധനങ്ങൾ വാങ്ങിട്ട് വരാന്ന്. ഞാൻ മറന്നുപോയി. എന്നാ നീ ഒരു കാര്യം ചെയ്യും മോളെ, ഇവിടെയുള്ള സാധനങ്ങൾ മുഴുവൻ നീ കൊണ്ടുപോയിക്കോ. എന്തായാലും ഇവിടെ വെച്ചാൽ തീരില്ല, ബാക്കി വാങ്ങിച്ചാൽ മതിയല്ലോ. അപ്പൊ അയ്യോ അതൊന്നും വേണ്ട, ഏതൊക്കെ ഇവിടെ ഇരുന്നോട്ടെ. ഇനിയിപ്പോ ഇവിടുത്തെ സാധനങ്ങളൊക്കെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് വേണം ഏട്ടൻ എന്നെ വഴക്ക് പറയാൻ. എടി അതിനിപ്പോ എന്താണ്, ഒന്നല്ല സ്വന്തം വീട്ടിന്നല്ലേ, വേറെ എവിടെ നിന്നല്ലോ. എടി അത് ഇവിടെ വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. അമ്മ എന്തായാലും ഉപയോഗിക്കില്ല. പിന്നെ ഞാൻ വെച്ചിട്ട് അമ്മ മാത്രമല്ലേ ഉള്ളൂ ഇവിടെ. നീ ഒരു കാര്യം ചെയ്തോ, നിനക്ക് വീട്ടിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ ആണെന്ന് പറഞ്ഞില്ലേ. ഇനിയിപ്പോ കുറച്ച് സാധനങ്ങൾക്കായിട്ട് അളിയനെ വിടാൻ നിൽക്കണ്ട. നിനക്ക് വേണ്ട സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് ഇതാ, ഞാൻ വാങ്ങിട്ട് തരാം. ഇന്ന് നീ പോകുമ്പോഴേ ഒരു ഓട്ടോയിൽ അയച്ചു വിടാം. എന്നാ പിന്നെ അതല്ലേ മോളെ നല്ലത്. നീ ജോലിയും കഴിഞ്ഞിട്ട് പാവം ഇത് വാങ്ങിക്കാൻ വേണ്ടി പോകണ്ടല്ലോ. ഈ അമ്മ എന്ത് നീ പറയുന്നേ? ഞാനിവിടെ 2 ദിവസം നിൽക്കാൻ വന്നതാ, അല്ലാണ്ട് ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുപോകാൻ വന്നതല്ല. ഏട്ടൻ ഈ സാധനങ്ങളും കൊണ്ട് ഞാൻ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഏട്ടൻ എന്തായാലും വഴക്ക് പറയും. വെറുതെ ഓരോന്നിനും നിൽക്കുമെന്ന് പറഞ്ഞു ഞാൻ ലിസ്റ്റ് കൊടുത്താ. ആളിനൊന്നും പറയുന്നില്ല. അമ്മ ഒരു കാര്യം ചെയ്യും, അമ്മയ്ക്ക് അറിയാലോ ഒരു വീട്ടിലേക്ക് എന്തൊക്കെയാ വേണ്ടതെന്ന്. അമ്മ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടെ ഞാനത് വാങ്ങിട്ട് തരാം. പിന്നെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അവളോട് ചോദിച്ചു നോക്കും, അവിടെ ലിസ്റ്റ് ഉണ്ടാക്കി തരില്ല. നീ അവിടെ നിൽക്കും മോനെ. അവിടെ രാവിലെ നേരത്തെ വന്നല്ലേ, വിശക്കില്ലേ? ഞാൻ വേഗം കറിയാക്കട്ടെ. നീ ആ ചോറ് വെച്ചിട്ട് പോടാ. അല്ലമ്മേ, ഏട്ടന്റെ കല്യാണക്കാരെ എന്തായി? അവരെന്തേലും അറിയിച്ചോ? അവർക്ക് വേറെ കുഴപ്പമൊന്നുമില്ല മോളെ, ജാതകം ശരിയാകണം അത്രേ ഉള്ളൂ. ഇന്ന് വൈകുന്നേരം വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അവര്. ഓ, ഇതെങ്കിലും നടന്നാ മതിയായിരുന്നു. ഇത് എത്ര പെണ്ണ് വേണ്ടതാ, എല്ലാത്തിനും ജാതകം ചേരില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും ചെക്കനും പെൺകുട്ടിക്കൊക്കെ ഇഷ്ടപ്പെട്ടല്ലോ. മോളെ, കുഞ്ഞിന് കുറുക്ക് കൊടുക്ക്, വിശക്കുന്നുണ്ടാവും. അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കൊടുക്കാം. വിശന്നിട്ടുണ്ടാവും. ആ, അതാ ഉണ്ടാക്കി വെച്ചിട്ട്. ചൂടുവെള്ളം വേണോ? എവിടെയെങ്കിലും പോവാനുണ്ടോ? ഓഫീസിൽ നിന്ന് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു എന്നാ റീജോയിൻ ചെയ്യാന്ന് ചോദിച്ചിട്ട്. അച്ഛന്റെ അമ്മേന്റെ വകയിലെ ഒരുപാട് ബന്ധുക്കളുണ്ട്. ഇനി എവിടേക്കാണോ പോകേണ്ടതില്ല. അമ്മേ, ഇനി എങ്ങോട്ടാ പോകേണ്ടത്? മതി മോനെ, ഇപ്പൊ അത്യാവശ്യമുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി വന്നില്ലേ. ഇനിയിപ്പോ എപ്പോഴെങ്കിലും നിങ്ങൾ രണ്ടാൾക്ക് ലീവ് കിട്ടുമ്പോഴേ ഇടയിൽ പോകാം. അമ്മ പറഞ്ഞാലേ ശരി. സത്യം പറഞ്ഞ എനിക്കും മടുത്തമ്മേ. ഇതിപ്പോ ഞങ്ങൾ രണ്ടുപേരും രാവിലെ ഇവിടെ നിങ്ങടെ ഇറങ്ങും, എന്നിട്ട് ഓരോ സ്ഥലത്ത് വിരുന്ന് കഴിഞ്ഞ് പാതിരാത്രി തിരിച്ചു വരും. മടുത്തു. ഇനിയിപ്പോ എന്തായാലും കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കട്ടെ, എന്നിട്ട് മതി ബാക്കിയുള്ള സ്ഥലത്തേക്ക് പോക്ക്. എന്നാ പിന്നെ ഞാൻ വിളിച്ചു പറയാം അടുത്ത ആഴ്ച ജോയിൻ ചെയ്യാന്ന്. എന്നാ പിന്നെ ഞാനും ലീവ് ക്യാൻസൽ ചെയ്തിട്ടേ 2 ദിവസം കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യാൻ നോക്കട്ടെ. അതന്നെ മോനെ നല്ലത്. ഇനിയിപ്പോ എല്ലാ കുടുംബക്കാരടുത്തും പോയിട്ട് വരുമ്പോഴത്തേക്കേ 3-4 മാസം ലീവ് വേണ്ടി വരും. അതൊക്കെ നടക്കുവോ?
ഇനിയിപ്പോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിലേ പെണ്ണിനും ചെക്കനും ഇവിടെ വന്ന് കണ്ടോട്ടെ. നിനക്ക് വീട്ടിൽ പോകണമെന്നുണ്ടെങ്കിലേ ഒന്ന് പോയിട്ട് വന്നു. വേണ്ട, ഞാൻ ഇപ്പോഴൊന്നും പോണില്ല. മോളെ ഒന്ന് വരാൻ പറയട്ടെ. നിങ്ങൾ രണ്ടാളും ജോലിക്ക് തുടങ്ങുമ്പോഴത്തേക്ക് അവള് കൂടെ 2 ദിവസം നിൽക്കാല. അവൾക്കൊരു സന്തോഷം കിട്ടിക്കോട്ടെ. വിരുന്നുകാരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വിരുന്ന് പോണ്ടാന്ന് വെച്ചത്. അപ്പൊ പുതിയ ആൾക്കാർ ഇങ്ങോട്ട് വരിക. കല്യാണ ടൈമിലേ ഒക്കെ വെള്ളവും അതും ഇതും കഴിച്ചിട്ട് എത്ര പ്ലാസ്റ്റിക്കാ നോക്കും മോളെ ഇവിടെ. ഇനിയിപ്പൊ ചെക്കൻ എടുക്കാൻ വരും, അപ്പൊ കൊടുക്കണം. ഇത് പിന്നൊക്കെ ചളിയായതും അതും ഇതൊക്കെ പ്ലാസ്റ്റിക് കവറിൽ കഴുകി വെച്ചതാ. അത് വേറെ ആരോ വന്ന് കൊണ്ടുപോകുന്നു തോന്നുന്നു. ഇതെല്ലാം ഞാനും കൃഷ്ണയും കൂടി ചാക്കിലാക്കി വെച്ചതാ. അമ്മയ്ക്ക് അവളെ വന്നപ്പോ ഒരാളായില്ലേ. ആ പിന്നെ പറയാനുണ്ടോ, ഒറ്റയ്ക്കല്ലല്ലോ. നേരത്തെ ഞാൻ തുണികളൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ടായിരുന്നു. അമ്മേന്റെ തുണിയൊക്കെ അലക്കോ? ആദ്യമൊക്കെ എന്റെ ഡ്രസ്സ് അലക്കായിരുന്നു കേട്ടോ. പിന്നെ ഞാനാ പറഞ്ഞത് എന്റെ ഒന്നും അലക്കണ്ട മോളെ, മോളുടെ മാത്രം അലക്കിയാൽ മതി എന്നുള്ളത്. മോശമല്ലേ വന്നു കയറിയ പെണ്ണിനോട് എല്ലാം കൊടുക്കുന്നത്. അമ്മയ്ക്ക് ഇതൊക്കെ മാറ്റിക്കൂടെ? എത്ര കാലായി? അത് കുഞ്ഞിനെ കുളിപ്പിക്കാൻ വാങ്ങിച്ചല്ലേ മോളെ, അത് മാറ്റാൻ തോന്നുന്നില്ല. അത് അവിടെ തന്നെ വെച്ചതാ. പ്ലാസ്റ്റിക് കൊടുക്കില്ലേ? ആ എന്താ ഇത് നോക്ക്, കല്യാണം കഴിഞ്ഞപ്പോ അങ്ങനെ ഇട്ടില്ല. ഇതും അതൊക്കെ നിക്കണ്ട, അത് പിന്നെയും കൊള്ളാം. ഇത് മണ്ണാ, മഴ പെയ്ത് മണ്ണായതാ. സാധനത്തിന് കുഴപ്പമൊന്നുമില്ല. ഇത് കുറച്ചുകൂടി ഞാൻ കഴിയട്ടെ. വേണ്ട വേണ്ട, നീ സാരി ഉടുത്തൊന്നും കഴുകാൻ നിൽക്കണ്ട. അത് കൊടുക്കാം അല്ലേ? എന്ത് കൊടുത്തോ അമ്മ? ഇത് വേണ്ട. ഞാൻ കൊടുക്കണേ. പ്ലാസ്റ്റിക് എടുക്കാൻ വരുമ്പോ കുഞ്ഞിനെ കുളിപ്പിക്കാൻ വാങ്ങിയതേ. അവ തന്നെ ഒരു ഓർമ്മയ്ക്ക് കുഞ്ഞിനെ കാണാൻ അവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് വെച്ചതാ ഞാന്. നീ എന്തിനൊക്കെ കല്ലിൽ അലക്കാൻ നിൽക്കുന്നേ? ആ മെഷീനിൽ ഇട്ടാ പോരെ? അതുകൊണ്ടല്ലേ അവര് പറയണതൊക്കെ എനിക്ക് കേൾക്കാൻ പറ്റിയത്. ആരെന്ത് പറഞ്ഞു കൊടുത്തു? നിങ്ങളുടെ പെങ്ങള് വന്ന് കയറിയിട്ടല്ലേ ഉള്ളൂ. അപ്പോഴേക്കും അമ്മോട് എന്തൊക്കെയാ പറഞ്ഞു കൊടുക്കണേന്നറിയോ? ഞാൻ അമ്മയുടെ തുണിയൊന്നും കഴുകാറില്ല, നമ്മുടെ മാത്രമേ കഴുകാറുള്ളൂ എന്നൊക്കെ. നീ നീ പറയുന്നത്? അവൾ അങ്ങനെ പറയുന്ന ഒരാളൊന്നല്ല. അവളെ എനിക്കറിയില്ലേ. എല്ലാ ആങ്ങളമാരും അങ്ങനെ തന്നെയാ. പെങ്ങന്മാരെ കണ്ണടച്ച് അങ്ങോട്ട് വിശ്വസിക്കും. പക്ഷെ ആങ്ങളയുടെ കല്യാണം കഴിഞ്ഞാലേ പെങ്ങന്മാരുടെ സ്വഭാവം അങ്ങോട്ട് മാറും. എന്നെ വിശ്വസിക്കാൻ പറ്റുകയാണെങ്കിൽ വിശ്വസിക്കേ. എനിക്കൊരു വിഷമം വന്നാലേ ഏട്ടനോടല്ലാതെ വേറെ ആരോടും പറയാനില്ല. ഇനിയിപ്പോ അതിന്റെ പേരിലേ ചോദിക്കാനും പറയാനൊന്നും നിക്കണ്ട. ഞാനേ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാ. അതെന്താണ് നീ അങ്ങനെ പറഞ്ഞത്? അമ്മേന്റെ തുണി അമ്മയ്ക്ക് അലക്കാൻ അറിയില്ലേ? അത് കൃഷ്ണ തന്നെ അലക്കണമെന്നുണ്ടോ? ഏട്ടനെന്താ ഇങ്ങനെ സംസാരിക്കുന്നേ? ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞില്ലല്ലോ. ആ അത് ശരിയാ, നീ ഒന്നും പറഞ്ഞില്ല. അതുകൊണ്ടാണല്ലോ അവളോട് സങ്കടപ്പെട്ട് നിൽക്കുന്നത്. എടി, നീ ഇങ്ങോട്ട് വരികയാണെങ്കിലേ ഇവിടെ വരിക, ഞങ്ങളെല്ലാവരും കാണുക, 2 ദിവസം സന്തോഷത്തോടെ നിന്നിട്ട് തിരിച്ചു പോ. നീ എന്തറിഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത്? അമ്മന്റെ തുണി കൂടി അവളാണോ അലക്കണമെന്നല്ലേ ചോദിച്ചുള്ളൂ? അതിനെന്തിനാ അവൾ അങ്ങനെ ചോദിക്കാൻ നിന്നത്? കുറച്ചു ദിവസം നിൽക്കാൻ വന്നിട്ട് നീ ഇല്ലാത്ത വേഷം അമ്മേന്റെ മനസ്സിൽ കുത്തിച്ചിട്ട് പോകും. ഇപ്പതാ ഇവര് തമ്മിൽ ഒരു പ്രശ്നമില്ല. നീയായിട്ട് വെറുതെ വേണ്ടാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കരുത്. നീ എന്താടി കുടുംബം ഒരുമിച്ചിട്ട് പോകാനാണ് പ്ലാൻ? എന്താ അമ്മ ഏട്ടൻ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? സാധാരണ ഞാനിവിടെ ഉള്ള സമയത്താണെങ്കിലും അമ്മയ്ക്ക് എല്ലാം ചെയ്തു കൊടുക്കാറില്ലേ? അതുപോലെ അമ്മയ്ക്ക് ഒരാളെ കിട്ടിയില്ലേ, ആ ഒരു രീതിയിൽ സംസാരിച്ചതേ ഉള്ളൂ. അല്ലാണ്ട് വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അതെന്താടി അവളോട് പണിയെടുക്കാൻ വന്ന? അവൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് എന്ത് ചെയ്യുന്നില്ല എന്നതിനെ കുറിച്ച് നീ അന്വേഷിക്കേണ്ട കാര്യമില്ല. ഇതാ ഒരു കാര്യം പറഞ്ഞുതരാ, ഒരുമാതിരി ചീപ്പ് നാത്തുവിന്റെ സ്വഭാവം എടുക്കാൻ നിൽക്കരുത്. അത് നിനക്ക് ചേരില്ല. നീ എന്തൊക്കെയാ പറയുന്നത്? അവൾ നീ എന്ത് പറഞ്ഞു പറഞ്ഞ പറയുന്നത്? അമ്മ ഒന്നും പറയണ്ട. എന്ത് പറഞ്ഞാലും അമ്മ അവളെ സപ്പോർട്ട് ചെയ്യല്ലേ ചെയ്യാ? മോള് വിഷമിക്കൊന്നും വേണ്ട, അവനൊന്നും മനസ്സിൽ വെച്ചിട്ട് പറഞ്ഞതല്ല. കൊറേ നേരമായല്ലോ മൂഡ് ഓഫ് ആയിട്ടിരിക്കണോ? എന്താ പറ്റിയേ? അതല്ലടാ, ഞാൻ ഇതുവരെ അവളോട് അങ്ങനെ സംസാരിച്ചിട്ടില്ല. ഛേ, അതങ്ങ് വിട്ട് കളഞ്ഞാൽ മതിയായിരുന്നു. പിന്നെ നീ വന്ന് എന്നോട് പറഞ്ഞില്ലേ, ആ ഒരു ടെൻഷനാണ് ഞാൻ അവളോട് അങ്ങനെ പറഞ്ഞത്. വേണ്ടായിരുന്നു അത്. അത് ശരി. അപ്പൊ ഞാൻ കാരണം കൊണ്ടാണോ ഇവിടെ പ്രശ്നം ഉണ്ടായി എന്ന് പറയണത്? ഞാനേ വേറൊരു വീട്ടിൽ നിന്ന് വന്ന പെണ്ണാ. എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഏട്ടൻ തന്നെയല്ലേ എന്റെ കൂടെ നിൽക്കേണ്ടത്, അല്ലാതെ ഞാൻ വേറെ ആരോട് പോയി പറയാനാ? അതെനിക്ക് അറിയാം. ഞാൻ നിന്നോട് പറഞ്ഞില്ലല്ലേ, എനിക്ക് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല,
ഇനിയിപ്പോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവളോട് ചെന്ന് ചോദിക്കുന്നു. അവളോട് ഇത് ആദ്യമായിട്ടാ അങ്ങനെ ചോദിച്ചും പോയി. അല്ലെങ്കിൽ അത് കുഴപ്പമില്ല അല്ലേ? അവളെന്തിനു വേണ്ടത് കാര്യത്തിൽ ഇടപെടാൻ നിൽക്കുന്നത്? അതുകൊണ്ടല്ലേ അങ്ങനെയൊക്കെ പറയേണ്ട വന്ന്. അതിനെന്തിനാ ഇത്രയും ടെൻഷൻ അടിച്ചിരിക്കണേ? നമ്മൾ തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, പറയേണ്ട കാര്യം തന്നെയാ പറഞ്ഞിട്ടുള്ളൂ. ഒന്നും ചോദിക്കാൻ പോകരുതെന്നല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ഇനി ഇത് ആലോചിച്ചിരുന്നിട്ട് ഇന്നത്തെ ദിവസം കളയണ്ട. ചോദിച്ചത് നന്നായേ ഉള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും വീട്ടുകാരെ മാത്രം സപ്പോർട്ട് ചെയ്തോണ്ടിരുന്ന ഇവക്ക് എന്തെങ്കിലും പ്രശ്നം വന്ന് അവൾ ആരോടാ പറയാ? ഇത് അങ്കിളിന്റെ ട്രോളി അല്ലേ ആന്റി? അത് അങ്കിളുടെ തന്നെയാ, അത് അവിടെ വെക്കേ. അങ്കിളിന്റെ ഡ്രസ്സൊക്കെ ഞാൻ വെച്ചോളാം. കുട്ടിക്ക് എന്താ പറഞ്ഞാ മനസ്സിലാവില്ലേ? നീ അങ്ങോട്ട് പോയിക്കേ, അതൊക്കെ ഞാൻ ചെയ്തോളാം. നിന്നോട് പോവാനല്ലേ പറഞ്ഞത്, പിന്നെന്താ അതിൽ കളിച്ചോണ്ടിരിക്കണത്? എന്താണിത്? ഈ ചെക്കനോട് ഞാൻ എത്ര നേരമായി പറയണോന്നറിയോ? അവന് പറഞ്ഞാ മനസ്സിലാവണില്ല. അങ്കിളിന്റെ ഡ്രസ്സ് മൊത്തം ഞാൻ പാക്ക് ചെയ്തോളാം. ഏതവേ ആ പെട്ടി അടച്ചിട്ട് പോവാൻ നോക്ക്. ഓ, ഈ ചെക്കനെ കൊണ്ട് അത് അവിടെ വെച്ചിട്ട് പോവാൻ നോക്ക്. ഞങ്ങൾക്ക് സമയമില്ല. പോടുന്നു എപ്പോ നോക്കിയാലും ഇങ്ങനെ റൂമിൽ വന്നു. എന്തൊരു ശല്യാന്നറിയോ? എത്ര പറഞ്ഞിട്ടും അതിന് മനസ്സിലാവണില്ല. മോളെ ഒന്ന് ഇങ്ങോട്ട് വാ. എന്താ അമ്മേ? ഇങ്ങോട്ട് വാ മോളെ. ഇതൊന്നും അവർക്ക് മേലെ കൊണ്ട് കൊടുക്ക്. അവർ പുറത്തു പോകാൻ നിൽക്കല്ലേ, ഒന്നും കഴിക്കാണ്ട് പോകല്ലെങ്കിൽ. അല്ലമ്മേ, അത് വേണ്ട, അമ്മ തന്നെ കൊണ്ടുപോയി കൊടുത്താൽ മതി. ഞാൻ കൊടുത്തിട്ട് ഏട്ടന് ഇഷ്ടപ്പെടില്ല. അങ്ങനെയൊന്നുമില്ല. അവൻ നിന്നെ അങ്ങനെ നേരത്തെ അങ്ങനെ പറഞ്ഞിട്ടേ നിന്റെ മുൻപിൽ വരാൻ അവനൊരു കുറവായിട്ടാ മോളെ. ഇതുകൊണ്ട് കൊടുത്ത് രണ്ടാളും കൂടി അങ്ങോട്ടും കൂടി സംസാരിക്കും. അത്രേ ഉള്ളൂ നിങ്ങളുടെ പണക്കം. എടുത്തുകൊണ്ട് കൊടുക്ക. എന്താ കരയുന്നേ? അങ്കിളൊന്ന് വഴക്ക് പറഞ്ഞു. സാരില്ല കേട്ടോ, വയ്ക്കാങ്കളെ ഒന്നും വിചാരിച്ച് പറഞ്ഞായിരിക്കില്ല. കുട്ടികൾ നല്ല സ്നേഹല്ലേ. കരയണ്ട, കരയണ്ട, പോയിക്കും. ഇത് വേണോ? ഏട്ടാ, ആ കേറി വാ. ഇറങ്ങാനായോ? എങ്ങോട്ടേക്ക്? അല്ല, അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊരു ഫ്രണ്ടിനെയോ ആരോ കാണാൻ പോവാണെന്ന്. പെട്ടെന്ന് തിരിച്ചു വരുമോ? അത് ശരി, ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടില്ല. അതിന് മുമ്പ് എപ്പോഴാ തിരിച്ചു വരാതെ? നിന്റെ മനസ്സിലെന്താ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് എവിടേക്ക് പോയതെന്നാ? ഞാൻ വെറുതെ ചോദിച്ചു എന്നുള്ളൂ ഏട്ടാ. ഇത് അമ്മ ഇതിവിടെ തരാൻ പറഞ്ഞു. ഓ, ഒരു വഴിക്ക് പോകാൻ നമ്മളാണോ ഈ ഫ്രൂട്ട്സ് കൊണ്ടുവരുന്നത്? എടി, അമ്മയ്ക്കേ പോകുന്നില്ല, നിനക്ക് വിവരല്ലേ? അത് ആൾ കൊണ്ടുവെക്ക്. എന്നാ നിങ്ങൾ റെഡി ആയിക്കോ, ഞാൻ താഴെ വയ്ക്കാം. ഫ്രൂട്ട്സും കൊണ്ടുവരാൻ കണ്ട നേരം. കഷ്ടം, എന്തൊക്കെ അറിയണം. ഇതിപ്പോ അമ്മ കൊടുത്തു വിട്ടൊന്നും ആവില്ല. ഇവിടെ എന്താ നടക്കണെന്ന് അറിയാനായിട്ടേ അമ്മയുടെ നിന്ന് വാങ്ങിയിട്ട് വന്നതാവും. അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞാൻ അവളോട് അങ്ങനെ പറഞ്ഞു. അമ്മേ, ഞങ്ങൾ ഇറങ്ങാണേ. ആ, നിങ്ങൾ ഇറങ്ങാനായില്ലേ? ഇതൊക്കെ ഞാൻ മോളെ വിളിക്കട്ടെ. അവള് കുഞ്ഞിന് ഭക്ഷണം കൊടുക്കാൻ ബാക്കിലേക്ക് പോയിരിക്കുക. ഏയ് വേണ്ട വേണ്ട, അവളോട് പറയാൻ നിൽക്കൊന്നും വേണ്ട. അവള് കുഞ്ഞിന് ഭക്ഷണം കൊടുത്തോട്ടെ. അത് ശരി, അമ്മ പറഞ്ഞാ മതി. അതെന്താ മക്കൾ നിങ്ങൾ അങ്ങനെ പറയുന്നത്? നിങ്ങളിവിടെ ഉണ്ട് പറഞ്ഞിട്ട് കാണാൻ വേണ്ടി വന്നതല്ലേ അവള്. അപ്പനൊരു സ്ഥലത്തേക്ക് പോകുമ്പോ അവളുടെ അടുത്ത് പറയാണ്ട് പോവുക? ഓ, എല്ലാരോടും ഇങ്ങനെ വിളിച്ചറിയിച്ചിട്ട് പോകാനേ. ഞങ്ങൾ വല്ല ഓസ്ട്രേലിയ അമേരിക്കയിലല്ല പോന്നെ. ഇവിടെ അടുത്ത സ്ഥലത്ത് പോവാ. വൈകുന്നേരം കൂടെ തിരിച്ചു വരും. നീ വാ. ശരി അമ്മ. ബൈ അങ്കിൾ. സാരമില്ല മോനെ, മോൻ പറഞ്ഞത് അങ്കിള് കേട്ടിട്ടുണ്ടാവില്ല കേട്ടടാ.
അമ്മേ, ഞങ്ങൾ ഇറങ്ങുകയാണേ. പോകാനോ? നീ എന്താ മോളെ ഇങ്ങനെ പറയുന്നത്? ഞാൻ പറഞ്ഞതല്ലേ അവനോട് സംസാരിക്കാന്ന്. ഇനി എന്ത് സംസാരിക്കാനാണമ്മേ? അമ്മ എന്നോട് അവര് വന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. ആ ഒരു മര്യാദന്റെ പേരിൽ നിന്നേ ഉള്ളൂ. അല്ലാണ്ട് ഇനിയിപ്പോ സംസാരിക്കാനും പറയാനും ഒന്നുമില്ല. എന്താടി രാവിലെ തന്നെ ഗൂഢാലോചന? ഇനിയിപ്പോ നീ അമ്മായിമ്മയും മരുമോളെ തെറ്റിക്കാനുള്ള വല്ല പ്ലാനും കൊണ്ട് ഇറങ്ങിയാണെന്ന്? അതെന്തിന്? അല്ലല്ലേ ഏട്ടൻ എന്തിനാ എന്നെ ഇങ്ങനെ പേടിക്കുന്നത്? ഞാനിവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വന്നാന്ന് വിചാരിച്ചിട്ടാ? അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ എന്തെങ്കിലും കുറ്റം പറഞ്ഞു കൊടുക്കുന്ന ഏട്ടൻ ഇപ്പൊ കേട്ടോ? അതോ ഞാൻ അമ്മേനോട് സംസാരിക്കുന്നത് മുഴുവനും ഏട്ടനെ കുറിച്ചും ഏട്ടന്റെ ഭാര്യനെ കുറിച്ചുള്ള കുറ്റമാണെന്ന് ആരെങ്കിലും പറഞ്ഞു തന്നോ? അതിപ്പോ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ, എല്ലാവർക്കും അറിയുന്നല്ലേ. അല്ലെങ്കിൽ ഞങ്ങൾ ഇന്നലെ പുറത്തേക്ക് ഇറങ്ങാൻ നേരത്ത് നീ എന്തിനാ ചോദിച്ചേ എപ്പോഴാ തിരിച്ചു വരുന്നതെന്ന്? എന്ന് വെച്ചാൽ ഞാനും എന്റെ ഭാര്യയും ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നത് നിനക്ക് ഇഷ്ടമല്ല. ഞങ്ങൾ എന്താ ഈ വീട്ടിൽ തന്നെ ഇങ്ങനെ കുത്തിപ്പിടിച്ചിരിക്കണോ നിന്നെ പോലെ? അത് ശരി. അപ്പൊ അതാണ് കാര്യം. ഏട്ടന് കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പെങ്ങൾ ഈ വീട്ടിൽ കാലുകുത്താൻ പാടില്ല. അഥവാ നിങ്ങൾ എവിടെയെങ്കിലും പോകുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് അസൂയ അല്ലേ? ഏട്ടാ, എന്റെ കല്യാണം കണ്ടിട്ട് 5-6 വർഷമായില്ലേ. ഞാനും എന്റെ ഹസ്ബൻഡും പോവാറുണ്ട് സിനിമയ്ക്കും ഷോപ്പിങ്ങിനും പുറത്ത് ഭക്ഷണം കഴിക്കാനും ഒക്കെ. ഇപ്പൊ നിങ്ങൾ 2-3 ദിവസമായിട്ടല്ലേ തുടങ്ങിയിട്ടുള്ളൂ. ഇത് കാണുമ്പോൾ എനിക്ക് വലിയ പുതുമയൊന്നും തോന്നാനൊന്നുമില്ല. പിന്നെ നിങ്ങൾ ഇന്നലെ പുറത്തു പോകുന്ന സമയത്ത് എപ്പോഴാ തിരിച്ചു വരാൻ ചോദിച്ചത് സ്നേഹത്തിന്റെ പേരിൽ ചോദിച്ചെന്നേ ഉള്ളൂ. അല്ലാതെ ഏട്ടന്റെ ഭാര്യയും കൂട്ടി പുറത്തു പോകുന്നതിന് എനിക്ക് വിഷമം തോന്നേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലേക്ക് കല്യാണം കഴിഞ്ഞു പോയ പെണ്ണ. അപ്പൊ എന്നെ വിളിക്കാനും എന്റെ വിശേഷങ്ങൾ അറിയാനും നിങ്ങളൊക്കെ ഉള്ളൂ. എപ്പോഴെങ്കിലും പോണം തോന്നിയല്ലേ എനിക്ക് കയറി വരാൻ ഈ വീടേ ഉള്ളൂ. ആ ഒരു ബന്ധത്തിന്റെ പേരിൽ വന്നതാ. അതിന് വേണ്ടെങ്കിൽ ഇനി ഞാൻ വരുന്നില്ല. പിന്നെ ഞാൻ ഇന്നലെ തന്നെ ഇവിടുന്ന് ഇറങ്ങാൻ നിന്നതാ. പക്ഷെ അമ്മയാ പറഞ്ഞേ അവര് വീട്ടിൽ നിന്ന് പോയല്ലേ ഉള്ളൂ, ആ സമയത്ത് തന്നെ ഇറങ്ങണ്ട, അത് മോശമല്ലേ, അവരെ കണ്ട് സംസാരിച്ചിട്ട് പറഞ്ഞിട്ടൊക്കെ പോയാൽ മതി. അങ്ങനെ നിന്നതാ. ഏട്ടൻ പേടിക്കൊന്നും വേണ്ട, ഞാൻ ഇറങ്ങുക ഇവിടുന്ന്. ഇനി ഇങ്ങോട്ട് വരണില്ല. എന്നെ ഒരുപാട് സ്നേഹിക്കാനും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എടീ ഞാനില്ലേ കൂടെ, നീ എന്തിനാ വിഷമിക്കണം എന്നൊക്കെ പറയാൻ എനിക്കൊരാങ്ങളി ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ മനസ്സിൽ ഇപ്പൊ അങ്ങനെ ഒരാളില്ല. പിന്നെ ഞാനിവിടെ നിൽക്കുന്നതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ലല്ലോ. എന്നാ നമുക്ക് പോവാ. ആ മോനെ പോവാട്ടോ. ഞാൻ കുഞ്ഞിനെ എടുത്തിട്ട് വരാം. വാ. ഇപ്പൊ നിങ്ങക്ക് സമാധാനമായോ?